പിന്നെ നമ്മൾക്ക് സത്യം പറഞ്ഞ സിനിമ അത്ര ഇപ്പോൾ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റ് വേറെയാണ്. ഒരു ബാഹുബലിയെല്ലാം പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ഇതല്ല. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഇപ്പം ഒരു 3 മണിക്കൂർ നമ്മളെങ്ങനെ ചിലവിടണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ആ ഒരിത് ഇല്ല. നമ്മുടെ മുഖം കണ്ടില്ലേ, ആ ഒരു അവസ്ഥയായി പോയി. ഒന്നും പറയില്ല. നാഷണൽ അവാർഡ് കിട്ടുമെന്ന് അറിയില്ല, പക്ഷേ പൃഥ്വിരാജ് ഒന്നും പറയാനില്ല. പറയാനുള്ള ബ്ലസ് ചേട്ടൻ പൃഥ്വിരാജ് നടനിലൂടെ ഒരു നല്ലൊരു അനുഭവം കാണിച്ചു തന്നു. നല്ലൊരു പടം നന്നായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി എടുത്ത് പറയേണ്ടായിരുന്നു. മൂവി വായിച്ചിട്ടില്ല. നല്ല മൂവിയാണ്. സൂപ്പർ മൂവി, കൊള്ളാം. ടോട്ടൽ ഓൾ ടുഗദർ നൈസ് മൂവി. അത്ര നല്ല പടം. പൃഥ്വിരാജിൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ കൊള്ളാം, നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് നല്ലപോലെ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എല്ലാം നന്നായിരുന്നു. പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു. ഇത്തിരി ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. ഈ നാട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പോയിട്ട് പക്ഷേ അതിൽ നല്ല ജോലിയില്ലാതെ തട്ടിപ്പ് കാരണം നല്ല സിനിമ ബ്ലസ്സിയുടെ കൊള്ളായിരുന്നു. നല്ലതായിരുന്നു. ആടുജീവിതം നേരത്തെ 1-2 തവണ വായിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചതിന് ശേഷം ഈ ആടുജീവിതത്തിൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള കഥ കുറച്ച് റീഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ വളരെ വണ്ടർഫുൾ. പൃഥ്വിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു പൊൻതൂവലാണത്. അതേ ഉള്ളൂ, ഔട്ടായിട്ടില്ല. ഇപ്പോഴും ആ മൂവിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഒന്നും പറയാനില്ല. അഭിനയം, ഡയറക്ഷൻ എല്ലാം വളരെ നന്നായിരുന്നു. ഒന്നും പറയാനില്ല. നല്ല പടമായിരുന്നു. വളരെ നല്ല പഠനമായിരുന്നു. പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. വാക്കുകളില്ല പറയാൻ. കഥ വായിച്ചിട്ടുണ്ട്, പക്ഷേ കണ്ടപ്പോൾ 2 നജീബും അത്രയും ഹാർട്ട്. നല്ല ഫിലിമാണ്, ബട്ട് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു. ഐ മീൻ ഭയങ്കര ട്രാജഡി പോലെ. ഇല്ല, വായിച്ചിട്ടില്ല. നന്നായിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഇഴച്ചിൽ പോലെ. ഐ മീൻ ഓവറായിട്ട്. ആ മരുഭൂമിയിലോടുള്ള യാത്ര ഭയങ്കര ഒരു വല്ലാത്ത അടിപൊളി സിനിമ. കരഞ്ഞു പോയി ലാസ്റ്റ് ഭാഗം കണ്ടപ്പോൾ. സിനിമ നല്ല സിനിമ. ഇല്ല, പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കിട്ടുന്ന ഉറപ്പുണ്ട് ഈ സിനിമ കാണുമ്പോൾ. നല്ല ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലൈമാക്സ് എല്ലാം നല്ലുണ്ട്. ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ഉണ്ട്. അടിപൊളി. എത്രയില്ല അറിയുന്നില്ല. അടിപൊളിയാണ്. എല്ലാവരും വന്ന് കാണുക. സങ്കടമാണ്. ഭൂമി ആ ഒരു തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെ ഒരു ലാഗ് അനുഭവപ്പെടുന്നു, അത്രേ ഉള്ളൂ. അതാണ് നെഗറ്റീവായിട്ട് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി പടം. ഫീല് സാധനം ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് രക്ഷയില്ലാത്ത അഭിനയം. ഫീല് സാധനം എല്ലാവരും വന്ന് കണ്ടാൽ അടിപൊളി. ആ ഫീല് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി. കൊള്ളാൻ ചേട്ടാ. ഭയങ്കര സാഡാണ്. ഭയങ്കര സാഡാണ് സിനിമ. കണ്ടുകൊണ്ടിരുന്ന കരച്ചിൽ വരും, അത്ര ഈ സീനാണ്. നല്ല അഭിപ്രായം പറയാൻ പറ്റും. പൃഥ്വിരാജിനെ കൊണ്ട് സൂപ്പർ ആണ്. നല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. വളരെ നല്ല സിനിമയായിരുന്നു. പൃഥ്വിരാജിന് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ലാഗൊന്നുമില്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു സാധാരണ ഒരു